UDF പാലക്കാട് അല്ല ഉണ്ടായിട്ടുള്ളത്. BJPക്കകത്തുണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, അതിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ വോട്ട് പരമാവധി ശേഖരിക്കാൻ അവർ സംഘടിതമായ നീക്കം നടത്തി. അതിന് പണവും സ്വാധീനങ്ങളും എല്ലാം വലിയ തോതിൽ ഉപയോഗിച്ചു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ്, മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള BJP, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന RSS, അതുപോലെ നിലപാട് സ്വീകരിക്കുന്നതാണ് ജമായത്തെ ഇസ്ലാമി. ജമായത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ഇസ്ലാമിക രാഷ്ട്രം. ആ ജമായത്തെ ഇസ്ലാമി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SDPI, അവരുടെ വളണ്ടിയർ വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം UDFനോടൊപ്പമല്ലേ? എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചു. മതനിരപേക്ഷതയുടെ കേരളത്തിൻ്റെ മുഖത്തെ വികൃതമാക്കി. ആ വികൃത മുഖത്തിൽ നിന്ന് വർഗീയതയെ ഉപയോഗപ്പെടുത്തി വോട്ട് നേടിയത് കരുത്തല്ല, ദുർബലതയാണ്. അതിനെയാണ് രാജ്യത്തിലെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രീണന നയം, അത് ന്യൂനപക്ഷ വർഗീയതയാകട്ടെ ഭൂരിപക്ഷ വർഗീയതയാകട്ടെ, ഈ വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുക എന്ന മഹത്തായ നയത്തെ ദുർബലപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ചെയ്തിട്ടുള്ളത്. UDFന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, CPMന്റെ മുതിർന്ന നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.